അധികം ആളുകളും ചിന്തിക്കുന്നത് ഈ സമ്പന്നരൊക്കെ സമ്പന്നരായത് അവർക്ക് വലിയ ഭാഗ്യമുള്ളത് കൊണ്ടാണ് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സമ്പന്നർ സമ്പന്നരായത് ഭാഗ്യം കൊണ്ടല്ല. അവർ പാലിക്കുന്ന ചില ഫോർമുലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ കൃത്യമായി അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പാലിച്ചു പോന്ന ചില സമ്പന്ന രഹസ്യങ്ങളുടെ, സമ്പന്നതയുടെ ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഭാഗ്യം എന്ന ഒന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മനസ്സിന്റെ, നമ്മളുടെ ചിന്തകളുടെ ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എന്താണ് സമ്പന്നതയിലേക്ക് നമ്മെ നയിക്കുന്ന ആ പ്രധാനപ്പെട്ട ഫോർമുലകൾ? ഒന്നാമതായി നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. സമ്പത്തിനെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുന്ന ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാവുകയില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അത് അവർക്ക് ഉപകാരപ്പെടുകയുമില്ല. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം നമ്മൾ യാത്ര ചെയ്യാറില്ല. നമ്മൾ പരമാവധി പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കും. എന്നതുപോലെ സമ്പത്തിനെ ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം സമ്പത്ത് നിൽക്കില്ല. ഇത് സ്പിരിച്വാലിറ്റി ഓഫ് മണി എന്ന പേരിൽ ഇന്ന് ആധുനിക ലോകത്ത് ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണിത്. സമ്പന്നതയെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ, സമ്പത്തിനെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ, ചെറുപ്പത്തിൽ നമ്മളൊരു പക്ഷേ ഒരു മോശം സമ്പന്നനെ കണ്ടതുകൊണ്ടായിരിക്കാം നമ്മുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോയത്. എന്ത് കാരണമായാലും ശരി, സമ്പത്തിനെക്കുറിച്ച് മോശം ചിന്തിച്ചാൽ, ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, ഇത്രേ പറ്റുള്ളൂ എന്ന് പരിമിതമായി മാത്രം എല്ലാത്തിനെയും നമ്മൾ പരിമിതപ്പെടുത്തിയാൽ നമുക്ക് സമ്പന്നതയുടെ ആ വലിയ കവാടം തുറന്നു കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ സമ്പന്നതയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള മോശമായ വിചാരങ്ങളെ എലിമിനേറ്റ് ചെയ്യാനായി ബോധപൂർവം നമ്മൾ അതിനായി ശ്രമിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ സമ്പത്തിനെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ഒരു ജേണലായി എഴുതി നോക്കേണ്ടതുണ്ട്. നിങ്ങൾ സമ്പത്തിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്ര കൂടുതൽ നമുക്ക് സമ്പത്തുണ്ടോ അത്രയും കൂടുതൽ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങളും അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുമോ? സമ്പന്നരെ മുഴുവൻ സമ്പന്നരാക്കിയ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ഇൻടു ലിവറേജ് എന്നതാണ്. അതായത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദേവത പ്രത്യക്ഷപ്പെട്ട് അത്ഭുതകരമായ ഒരു വരത്തിലൂടെ ഒരാൾക്ക് നൽകുന്നതോ, പെട്ടെന്ന് ഒരു ലോട്ടറി അടിച്ച് ഒരാൾക്ക് കിട്ടുന്നതോ അല്ല. യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നൽകുന്ന വാല്യൂ ഇൻടു ലിവറേജ്. അതായത് നമുക്ക് സമയമില്ലെങ്കിൽ സമയമുള്ളവരുടെ സമയം വാങ്ങി, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ പണമുള്ളവരെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച്, നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കഴിയില്ലെങ്കിൽ എത്താനുള്ള സിസ്റ്റം ഉപയോഗിച്ച്, ഓട്ടോമേഷൻ ഉപയോഗിച്ച്, ഇത്തരത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാല്യൂസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്ന എനർജിയുടെ പേരാണ് സമ്പത്ത് എന്ന്. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് എം.എ. യൂസുഫ് അലി അല്ലെങ്കിൽ അംബാനി, അദാനി മുതലായ വലിയ സമ്പന്നർ, ബിൽഗേറ്റ്സിനെ പോലുള്ള ശതകോടീശ്വരന്മാർ, ഇലോൺ മസ്കിനെ പോലുള്ള ശതകോടീശ്വരന്മാർ എന്തുകൊണ്ട് സമ്പന്നരായി? ഇവരെല്ലാം സമ്പന്നരായത് ഇങ്ങനെ ലിവറേജ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. അവർക്ക് നൽകാൻ കഴിയുന്ന വാല്യൂസ് മാക്സിമം ലിവറേജ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചപ്പോൾ അവരിലേക്ക് അതിന്റെ പ്രതിഫലമായി സമ്പത്ത് വന്നു ചേരാൻ തുടങ്ങി. ഇങ്ങനെ മാത്രമാണ് ഒരു വലിയ വെൽത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുക. ഇനി സമ്പന്നതയിലേക്ക് നമ്മെ നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമുല എന്ന് പറഞ്ഞാൽ അത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടുമായൊക്കെ ബന്ധപ്പെട്ട വീഡിയോസിൽ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളതാണ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച്. നമ്മൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് നമുക്ക് വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കോമ്പൗണ്ടിങ്. നമ്മൾ ദീർഘകാലത്തേക്ക് ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അതിനെ ഒരു വലിയ വെൽത്തായി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിച്ചായ ആളുകളെല്ലാം അവർ ലോങ് ടൈം ഗെയിമുകളിലാണ് ഏർപ്പെട്ടിട്ടുണ്ടാവുക. അവർ ഇന്ന് എന്ത് കിട്ടുമെന്നോ, ഈ മാസം എന്ത് കിട്ടുമെന്നോ, ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്നോ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഭാവിയിൽ എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ആക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ എനിക്ക് എന്താണ് റിട്ടേൺ കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന, ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും സമ്പന്ന മനോഭാവമുള്ളവർ. അതുകൊണ്ട് കോമ്പൗണ്ടിങ് എന്ന
ഈ ഒരു മഹാപ്രതിഭാസത്തെ നമ്മുടെ സമ്പത്ത് ബിൽഡിങ്ങിന് വേണ്ടി, അതിന്റെ എക്സ്പാൻഷന് വേണ്ടി തീർച്ചയായും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. സമ്പന്നതയുടെ നാലാമത്തെ രഹസ്യ ഫോർമുല എന്ന് പറയുന്നത് ബിൽഡ് എ സിസ്റ്റം, നോട്ട് എ ബിസിനസ്. നമ്മൾ എപ്പോഴും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടം തുടങ്ങുക എന്നതിലപ്പുറത്തേക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന, നമ്മൾ വലിയ സന്തോഷിക്കുന്ന ഒരാശയത്തെ പരമാവധി ആളുകളിലേക്ക് വാല്യൂ നൽകാനായി അതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റുക. ആ സിസ്റ്റമാണ് നമ്മുടെ ബിസിനസ്സായി മാറേണ്ടത്. അല്ലാതെ സമ്പത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയോ ചില കൊടുക്കൽ വാങ്ങലുകളെയോ അല്ല യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല കാലത്ത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ സിസ്റ്റമാണ് നാളെ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. പീപ്പിൾ വിൽ ഫെയിൽ, സിസ്റ്റം വിൽ സസ്റ്റെയിൻ എന്നാണല്ലോ. ആളുകൾ ഒരു പക്ഷെ തോറ്റുപോയേക്കാം, ആളുകൾക്ക് അസുഖം വന്നേക്കാം, ആളുകൾ മരിച്ചു പോയേക്കാം, പക്ഷെ സിസ്റ്റം അതെന്നും നമ്മുടെ ആശയത്തെ മുന്നോട്ട് തന്നെ നയിക്കും. നാളെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു ആശയം കൈമാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തേ പറ്റൂ. പലപ്പോഴും പിതാക്കന്മാർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് മക്കൾ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ബിസിനസ്സിൽ കൃത്യമായ ഒരു സിസ്റ്റം ഇല്ലാത്തതായിരിക്കാം അതിന് കാരണം. അതുകൊണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്യലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കലാണ് സമ്പന്നതയുടെ രഹസ്യ ഫോർമുലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അഞ്ചാമത്തെ കാര്യം, ഒരുപക്ഷെ നമ്മൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. എപ്പോഴും സമ്പന്ന മനോഭാവമുള്ള ആളുകൾ അവർ പഠിക്കാനായി അഥവാ അവരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായി പണവും സമയവും അവർ കണ്ടെത്തും. എന്തിനാണ് ഈ പ്രായത്തിലും നമ്മൾ പഠിക്കുന്നത്, ഇനിയും ഞാൻ എന്തിനാണ് പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നത് എന്ന് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺ അറിയാം, നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിലെ റിട്ടേൺ അറിയാം. പക്ഷെ നമ്മിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ കിട്ടാൻ പോകുന്ന വലിയ റിട്ടേണെ കുറിച്ച് നമ്മളിൽ അധിക പേരും ബോധവാന്മാരല്ല. അത് ലോകത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധനും പ്രവചിക്കാൻ കഴിയാത്ത വളർച്ചയായിരിക്കാം നമ്മിൽ നാം നടത്തുന്ന ഒരു അപ്സ്കില്ലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ. അതുകൊണ്ട് നമ്മളിൽ നിക്ഷേപിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് സമ്പന്നരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യവുമാണ്. തീർച്ചയായും അത് നമ്മളും ചെയ്തിരിക്കണം. അവസാനമായി, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം നമുക്കൊരു സാമ്പത്തിക ലക്ഷ്യം ഉണ്ടാവുക എന്നതാണ്. ഒരു മണി GPS ഉണ്ടായിരിക്കണം. എവിടേക്കാണ് പോകേണ്ടത് എന്ന് അറിയുമെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൃത്യമായി അവിടെ ചെന്നെത്താൻ കഴിയൂ. ഈ അടുത്ത കാലത്ത് ഞാനൊരു റിപ്പോർട്ട് വായിച്ചതാണ്. ഈ SIP സ്റ്റോപ്പേജ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ ഒരുപാട് SIPകൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഈ സമീപകാലത്തെ മാർക്കറ്റ് ക്രാഷിൽ. കാരണം അവർക്ക് ഒരു ഫിനാൻഷ്യൽ ലക്ഷ്യമില്ല. കൃത്യമായി ഞാൻ എന്തിനാ SIP അടയ്ക്കുന്നത്, ഇത് എത്ര കാലത്തേക്ക് ഞാൻ അടയ്ക്കുന്നുണ്ട്, എന്താണ് എൻ്റെ ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം ഗോൾസ്, ഫിനാൻഷ്യൽ ഗോൾസ് എന്താണ്, ഇതെല്ലാം കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദീർഘകാലത്തേക്ക് ഇത് അടച്ചു പോകാൻ കഴിയൂ. ലക്ഷ്യങ്ങളാൽ പ്രചോദിതനായവന് മാത്രമേ മുന്നോട്ട് 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 നടക്കാൻ കഴിയൂ. അതുകൊണ്ട് സാമ്പത്തിക യാത്രയിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് രേഖപ്പെടുത്തി വച്ചിരിക്കണം. എന്നിട്ട് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ SIP സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായ അടുക്കും ചിട്ടയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായും നമ്മളെ കണക്ട് ചെയ്യാം. നമുക്ക് സൂമിലോ ഗൂഗിൾ മീറ്റിലോ നേരിൽ സംസാരിക്കാം. കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റായി എഴുതി അറിയിക്കുന്നതിൽ വലിയ സന്തോഷമാണ്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റു വിഷയവുമായി മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.